തെരഞ്ഞെടുപ്പിന് 3 നാൾ ബാക്കി നിൽക്കെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ക്രൈസ്തവ സഭകൾ. തെരഞ്ഞെടുപ്പിൽ LDFന് പരോക്ഷമായി പിന്തുണ പ്രഖ്യാപിച്ച് യാക്കോബായ സഭ ആദ്യം രംഗത്തെത്തി. പ്രതിസന്ധികളിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കണമെന്ന് മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് 24-നോട് പറഞ്ഞു. ജനങ്ങൾ ആ രീതിയിൽ എടുക്കേണ്ടതാണ്, അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. പിന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്, അതൊന്നും നമുക്ക് തിരുത്താൻ ഒക്കത്തില്ലല്ലോ. സ്വാഭാവികമായിട്ടും സഭയുടെ ഒരു നയപരമായ ഒരു സമീപനം സഭയെ സഹായിച്ചിട്ടുള്ളവരെ തിരിച്ചു സഹായിക്കും. സഭയുടെ പ്രതിസന്ധി വളരെ വലുതാണ്, ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട്. ആ സഹായങ്ങൾ ഉറപ്പാക്കിയവരുണ്ട്. അതാരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ അവരോട് ഇന്നത് ചെയ്യണമെന്ന് പറയാൻ പാടില്ലല്ലോ. അതേസമയം തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളോടും സമദൂര നിലപാടെന്ന് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ വിശ്വാസികളുടെ മനസ്സിലുണ്ടെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭ ആസന്നമായിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെയിനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അത് ജനാധിപത്യത്തിന് ഭൂഷണവുമല്ല. ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യുവാൻ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ഒരിക്കലും ശ്രമിക്കുകയുമില്ല. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ സഭയുടെ നിലപാട്. അതേസമയം വിഴിഞ്ഞം സമരത്തിനു ശേഷം ലത്തീൻ അതിരൂപതയുടെ അക്കൗണ്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മരവിപ്പിച്ചു എന്ന ഗുരുതര ആരോപണവുമായി ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ രംഗത്തെത്തി. പള്ളികളിൽ ഇന്നലെ വായിച്ച സർക്കിളിലൂടെയാണ് അക്കൗണ്ട് മരവിപ്പിച്ച കാര്യം ബിഷപ്പ് വിശ്വാസികളെ അറിയിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഇനിയിപ്പോൾ കേവലം ദിവസങ്ങൾ മാത്രമാണ്, 3 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ആ സമയത്താണ് ക്രൈസ്തവ സഭകൾ ഒന്നാകെ നിലപാട് വ്യക്തമാക്കി. എന്തായിരിക്കും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ഓരോ നിലപാടുകളുടെയും പിന്നിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് ടോബി? ആദ്യം നമുക്ക് ഓർത്തഡോക്സ് യാക്കോബായ സഭകളുടെ വിഷയങ്ങളിലേക്ക് വരാം. യാക്കോബായ സഭ എന്തായാലും സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, അതായത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെ അനുകൂലിച്ച് നിൽക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം മലങ്കര മെത്രാപ്പോലീത്തയായിട്ടുള്ള ജോസഫ് മാർ ഗ്രിഗോറിയോസിന്റെ പ്രതികരണമടക്കം അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത് അത് തന്നെയാണ്. അതായത് സഭയെ പിന്തുണച്ച ആളുകൾക്കൊപ്പം നിൽക്കുമെന്നുള്ള ഒരു നിലപാടാണ് യാക്കോബായ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിസന്ധിയിൽ ഒപ്പം നിന്നവരെ തിരിച്ചും സഹായിക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ്, ഏറ്റവും ഒടുവിൽ പാത്രിയാർക്കീസ് ബാവ കേരളത്തിലെത്തിയപ്പോൾ യാക്കോബായ സഭയുടെ പരിപാടിയിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി തന്നെ നടത്തിയ ചില പ്രസംഗങ്ങൾ ഇതിനോടകം തന്നെ വലിയ ചർച്ചയായിരുന്നു. അന്ന് യാക്കോബായ വിഭാഗത്തെ അനുകൂലിക്കുന്ന ആ ഒരു പ്രസംഗത്തിൽ വലിയ എതിർപ്പ് ഓർത്തഡോക്സ് വിഭാഗവും മുന്നോട്ട് വെച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യാക്കോബായ വിഭാഗം ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണവും ഇതിന് തൊട്ടു പിന്നാലെ പുറത്തു വന്നിരിക്കുന്നു. ഓർത്തഡോക്സ് സഭ എന്തായാലും ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ കാണാൻ അവർ ഉദ്ദേശിക്കുന്നില്ല, ഒരു രാഷ്ട്രീയ വിലപേശലിന് തങ്ങൾ തയ്യാറല്ല നിലവിൽ എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും സഭാ വിശ്വാസികൾക്ക് യുക്തിസഹമായി വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഉണ്ട്. സമദൂരമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് അല്പസമയം മുമ്പ് അവരുടെ സഭാ സെക്രട്ടറി ബിജു ഉമ്മൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. നിരവധി വിഷയങ്ങൾ സഭാവിശ്വാസികളുടെ മനസ്സിലുണ്ട്, അതിനനുസരിച്ച് ഒരു യുക്തിസഹമായിട്ടുള്ള ഒരു നിലപാടെടുക്കാം. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ട് എന്ന് ഓർത്തഡോക്സ് സഭയും വ്യക്തമാക്കുന്നു. ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗത്തിന്റെ നിലപാടുകൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ലത്തീൻ സഭയുടേതായിട്ടുള്ള ഒരു നിലപാട് കൂടി ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ടുള്ള തോമസ് ജെനെറ്റോ പറഞ്ഞിരിക്കുന്നത്. അവരുടെ അക്കൗണ്ടുകൾ ഈ വിഴിഞ്ഞ സമരവുമായി സമരത്തിന് ശേഷം മരവിപ്പിക്കുന്ന ഒരു നടപടി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള ഒരു നിലപാട് വന്നിരിക്കുന്നു. അതും പള്ളികളിൽ ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടയലേഖനം എന്ന രീതിയിൽ ഒരു സർക്കുലർ വായിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലത്തീൻ സഭയുടെ നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു നിലപാടാണോ എന്ന് അതിൽ സംശയിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു അക്കൗണ്ട് മരവിപ്പിക്കുന്ന നടപടിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോൾ അതിനെതിരെ ഒരു നിലപാട് ലത്തീൻ സഭയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്നുള്ള
ഉണ്ടായേക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സഭകൾ ഇനി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ക്രൈസ്തവ സഭകൾ അവരുടെ നിലപാടുകൾ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരി ടോബി, എന്തായാലും ക്രൈസ്തവ സഭകൾ നിലപാട് പ്രഖ്യാപിക്കുന്നു. അത് ആർക്കൊക്കെ ഗുണകരമായി ഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്നാലും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് തെരഞ്ഞെടുപ്പിന്. ടോബി ജോൺസണാണ് കോട്ടയത്തും വിശദാംശങ്ങൾ നൽകി.